അപ്പൊ വിഷുവായിട്ട് നമ്മൾക്ക് ഇന്ന് പൊതുവെ പാലക്കാട്ടുകാർക്ക് വിഷുക്കഞ്ഞി നിർബന്ധമാണ് കേട്ടോ. അപ്പൊ നമ്മൾ പുളിയവര പച്ചരി ഇട്ടിട്ടാണ് വിഷുക്കഞ്ഞി വെക്കുന്നത്. എല്ലാവരും വെക്കുന്നുണ്ടോന്ന് അറിയില്ല. അപ്പൊ നമ്മൾക്ക് വിഷുക്കഞ്ഞിയായിരുന്നു. വിഷുക്കഞ്ഞി ഉണ്ടാക്കിയ സമയത്ത് എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. അമ്പലത്തിൽ പോയി വരുമ്പോഴത്തേക്കും എല്ലാവരും കഞ്ഞികൂടി കഴിഞ്ഞു. അവസാനം വീഡിയോക്കുള്ള വിഷുക്കഞ്ഞി എനിക്ക് കിട്ടിയില്ല കേട്ടോ. അപ്പൊ വിഷുക്കഞ്ഞി മാമ്പഴ പുളിശ്ശേരി ആയിരുന്നു രാവിലെ. അപ്പൊ മാമ്പഴ പുളിശ്ശേരി മാത്രം കാണിക്കാതെ വിചാരിച്ചു. അപ്പൊ ഇപ്രാവശ്യം നമ്മൾ വിഷുവിന്റെ നാട്ടിലാണ് കേട്ടോ. ചെന്നൈയിലാണെങ്കിലും ഇതുപോലെ എല്ലാം കറക്റ്റായിട്ട് ചെയ്യുന്നതാണ്. ഈ മാമ്പഴ പുളിശ്ശേരി ഞാൻ ഉണ്ടാക്കിയതാണ് കേട്ടോ. പിന്നെ ഇവിടെ നമ്മൾ തറവാട് പൊതുവെ പണ്ട് മുതലേ കാരണവന്മാർക്ക് ഇന്ന് പൂജ കഴിക്കുന്ന ദിവസം കൂടിയാണ്. എല്ലാവരും സദ്യ ആയിരിക്കും വിഷുവിന് ഉണ്ടാക്കാറ്. നമ്മൾ ഇന്ന് ചിക്കനാണ് കേട്ടോ വയ്ക്കുക. നാടൻ കോഴി വെച്ചിട്ടാണ് നമ്മൾ പൂജ കഴിക്കുക. അപ്പോൾ രാവിലെ വിഷുക്കഞ്ഞി മാമ്പഴ പുളിശ്ശേരിയും അങ്ങനെ കഴിക്കും. അത് കഴിഞ്ഞാൽ ഉച്ചക്കലത്തേക്ക് ഇതുപോലെ ചിക്കൻ മട്ടൺ എന്തുവാണെങ്കിലും വെച്ചു. അപ്പൊ പൂജയ്ക്കുള്ള തുമ്പപ്പൂ ഇലയൊക്കെയാണ് കേട്ടോ. നമ്മൾ 2 ഇല ഇട്ടിട്ടാണ് പൂജ കഴിക്കുന്നത്. അപ്പൊ എല്ലാവരും വിചാരിക്കും ഈ വിഷുവിനാണോ നോൺ വെജ് ഒക്കെ വെച്ച് പൂജ കഴിക്കുന്നതെന്ന്. ഈ ഒരു ഭാഗത്ത് അങ്ങനെയാണ് കേട്ടോ. നമ്മള് എല്ലാ വീടുകളിലും ഇങ്ങനെയാണ്. പക്ഷെ പാലക്കാട് എല്ലാ സ്ഥലങ്ങളിലും ഇല്ല. ഞാൻ ചെറുതു മുതലേ കണ്ടത് ഇങ്ങനെയാണ്. വിഷു ദിവസം നമ്മൾ ഈ പൂജ കഴിക്കും കാരണവന്മാർക്ക്. അപ്പൊ ഇന്ന് ഇങ്ങനെയാണ് പൂജ. അപ്പൊ ഇങ്ങനെയാണ് കേട്ടോ നമ്മുടെ വിഷു. അപ്പൊ എല്ലാവരുടെയും വിഷു എങ്ങനെയാണുള്ളത് കമന്റ് ചെയ്യണേ. എല്ലാവരുടെയും മിക്ക സ്ഥലങ്ങളിലും സദ്യ ആയിരിക്കും. ഇവിടെ മാത്രം ഇങ്ങനെ. അപ്പൊ ഒന്നുകൂടെ ഹാപ്പി വിഷു.